സുബ്ഹാനല്ലാഹ്. വക്കം മൗലവിയുടെ ശിഷ്യനായി, വക്കം മൗലവിയുടെ ക്ലാസ്സിൽ നിരന്തരമായി പങ്കെടുത്തിരുന്ന ആളായിരുന്നു ശ്രീനാരായണ ഗുരു. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഒടുവിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് വായിച്ച അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭൂതി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. അതൊരു അനുഭൂതിയാണ്, അതൊരു ആഹ്ലാദമാണ്. ചരിത്രത്തിലെ വല്ലാത്തൊരു നിമിഷമല്ലേ അത്. ശ്രീനാരായണ ഗുരുവിനെ ലോകം വാഴ്ത്തും. അദ്ദേഹത്തിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള എല്ലാവരും അറിയും. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏതൊരു മനുഷ്യനായിരുന്നു എന്നത് ലോകം പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായി. അപ്പോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നത് തന്നെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ വെക്കുന്ന ഉന്നതമായ ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, മനുഷ്യ സമുദായമേ നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാരും ആ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ കാണാൻ കഴിയുന്ന ഉന്നതമായ നോ ഈസി വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. അത് അധ്യായത്തിന്റെ പേജ് നമ്പർ കൊണ്ട് പറയത്തുന്നത് വിജ്ഞാനസാഗരം കൊണ്ട് ബൃഹത്ത് എന്ന് ഞാൻ അതിനെ വിളിക്കട്ടെ. ശ്രീനാരായണ ഒരു നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയി എന്ന കാരണം കൊണ്ടാണ്. നോ ഈസി വാക്ക് ടു ഫ്രീഡം തമ്മിൽ അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. അതുപോലെ മാൽക്കം എക്സിന്റെ കഥ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. 250 രാജ്യങ്ങളിൽ നിന്ന് ഒരേ ശബ്ദത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക് ലാ ശരീക ലക് എന്ന മുദ്രാവാക്യവുമായി ഹാജിമാർ ഒരേ വേഷത്തിൽ, അടിവസ്ത്രം പോലും ധരിക്കാതെ വെള്ള വസ്ത്രധാരികളായി രാജാക്കന്മാരും കോടീശ്വരന്മാരും പണ്ഡിതന്മാരും പാമരന്മാരും അതുപോലെ ശാസ്ത്രകാരന്മാരും രാജ്യത്തിന്റെ പരമോന്നതമായ സ്ഥാനം വഹിക്കുന്നവരും ഒരേ സ്വരത്തിൽ, ഒരേ വികാരത്തിൽ പരിശുദ്ധ ഹറമിൽ സമ്മേളിക്കുന്നു എന്നത് ലോകത്ത് മറ്റൊരു മതത്തിനും സംഭാവന ചെയ്യാൻ കഴിയാത്ത അമൂർത്തമായ ഒരു നിമിഷമാണ്. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ നമുക്ക് പല കോണുകളിൽ നിന്നുകൊണ്ട് ഖുർആനിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ്, 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ ഫഖ്തലഫു. വിശുദ്ധ ഖുർആൻ അവിടെ മനുഷ്യ സമൂഹം എങ്ങനെ ഇന്ന് ഭിന്നിച്ചു, ഇന്ന് കാണുന്ന അവസ്ഥയിൽ മനുഷ്യ സമൂഹം എങ്ങനെ വേർപെട്ടു പോയി, ആ കാര്യത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സൂറത്ത് യൂനുസിൽ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, എന്താ പറയുന്നത്? മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു, എന്നിട്ട് അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. മനുഷ്യ സമുദായം ഒറ്റ സമുദായമായിരുന്നു. അപ്പൊ ആദം അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ ഒരേ ശരീഅത്തിൽ മുന്നോട്ട് പോയി എന്നാണ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു ജരീർ തബരി, അതുപോലെ തന്നെ ഇമാം റാസി, അതുപോലെയുള്ള ആളുകളൊക്കെ ഹാക്കിമിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആദം അലൈഹിസ്സലാമിന്റെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ ഏകദൈവ വിശ്വാസികളായി റൂട്ട് തെറ്റാതെ ഡീവിയേഷൻ ഇല്ലാതെ ജീവിച്ചു പോന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാതലായ ഒരു കാര്യമാണ്. ആ 10 തലമുറ ഷിർക്കില്ലാതെ, ബഹുദൈവത്വമില്ലാതെ, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ആരാധിക്കാത്ത ഉന്നതമായ ഒരു കാലഘട്ടം മനുഷ്യ സമൂഹത്തിനിടയിലുണ്ടായി. സൂര്യനെ അവർ നോക്കി, ചന്ദ്രനെ അവർ നോക്കി, നക്ഷത്രങ്ങളെ അവർ ശ്രദ്ധിച്ചു, നിലാവലകളെ അവർ നോക്കി, കാർമേഘക്കീറുകളിൽ നിന്ന് മഴ ചൊരിയുന്നവർ കണ്ടു, സാഗരത്തിലെ തിരമാലകൾ അവർ കണ്ടു, പൂങ്കാവനത്തിലെ പുഷ്പങ്ങളെ അവർ കണ്ടു, കാനനങ്ങളിലും കാട്ടാറുകളിലും ഒക്കെയുള്ള അത്ഭുത ജീവികളെ അവർ ശ്രദ്ധിച്ചു. പക്ഷേ അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന 10 തലമുറ മനസ്സിലാക്കി. അതുകൊണ്ട് സൃഷ്ടിച്ച സിട്ടാവിനെ മാത്രം അവർ ആരാധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അവർ ആദമിനും നൂഹിനും ഇടയിൽ 10 തലമുറ ഉണ്ടായിരുന്നു. എല്ലാവരും യഥാർത്ഥമായ മതത്തിലായിരുന്നു, ശരീഅത്തിൽ തന്നെയായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? അവർ ഭിന്നിച്ചു. അപ്പോൾ അല്ലാഹു അവർക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ നോക്ക്, 213-ാമത്തെ വചനം. ഈ വചനമാണ് ഖുർആനിനെ ഇതര വേദങ്ങളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചു നിർത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീഹി. വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ
മനുഷ്യനെ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ദോഹ, ഖത്തർ, ഇവിടെ നമ്മൾ ഒരുപാട് രാജ്യക്കാരെ കാണും. അമേരിക്കക്കാരുണ്ടാവും, ഫിലിപ്പീൻസ് ഉണ്ടാവും, ഇന്തോനേഷ്യക്കാരുണ്ടാവും, ജാപ്പാനീസ് ഉണ്ടാവും, ബ്രിട്ടീഷുകാരുണ്ടാവും, ലണ്ടനിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ആ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്താണ്? ആദം നബിയുടെ മക്കൾ, എന്റെ സഹോദരങ്ങൾ. നോക്കൂ, എന്റെ സഹോദരങ്ങൾ, ആദം നബിയുടെ മക്കൾ. ഈ ഒരു വികാരമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ ഇട്ട് തരുന്നത്. മനുഷ്യന്റെ മുമ്പിൽ ഖുർആൻ വെച്ച് തരുന്ന ഏറ്റവും ശ്രേയസ്കരമായ ഒരു കാര്യം അതാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ وبعث الله النبيين ومبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. നോക്ക്, എന്തിനാ പ്രവാചകന്മാർ വരുന്നത്? ഭിന്നത ഉണ്ടാക്കാനല്ല. ഭിന്നത ഉണ്ടായിരുന്ന സമൂഹത്തെ സത്യവേദ പുസ്തകത്തിലൂടെ, ഇത് കാതലായി അടിവരയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന സത്യവേദ പുസ്തകം നൽകി. എന്നിട്ട് പ്രവാചകന്മാർ വന്നു, അവർക്ക് താക്കീത് നൽകി. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകണം. നിങ്ങൾ ആദമിന്റെയും ഹവ്വായുടെയും മക്കളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന ഏകത്വത്തിലേക്ക് അവരെ ഒന്നിപ്പിക്കാൻ പ്രവാചകന്മാർ വന്നു. അപ്പൊ പ്രവാചകന്മാരെ എന്തിന് അള്ളാഹു അയച്ചു എന്ന ചോദ്യത്തിന് ഭിന്നിച്ച സമൂഹത്തെ ഒന്നിപ്പിക്കാൻ എന്നാണ് ഖുർആൻ നൽകുന്ന മറുപടി. എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? മനുഷ്യർ ഭിന്നിച്ചേർത്തവരെ ഒന്നിപ്പിക്കാൻ. അപ്പൊ ഇസ്ലാമിന്റെ ലക്ഷ്യം ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല, ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായി വ്യത്യസ്ത കഴിവുകളായി ഒഴുകി സാഗരത്തിൽ ചെന്നു ചേരുന്ന നദികളെപ്പോലെ മനുഷ്യരോട് ഇസ്ലാം ആവശ്യപ്പെടുന്ന നിങ്ങളൊക്കെ വിവിധ ഗോത്രങ്ങളായി വർഗങ്ങളായി ഒക്കെ നിങ്ങളെ തിരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. കബായിലുകളായി ഗോത്രങ്ങളായി നിങ്ങളെ തിരിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി സംസാരിച്ച രണ്ടാമത്തെ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം. ഇനി വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ കുറെ കൂടെ വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. മനുഷ്യകുലത്തെ മുഴുവനും അങ്ങനെ കാണാൻ കഴിയുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ പ്രത്യേകത തന്നെ എന്താണ്? ഒരു മുസ്ലിമിന്റെ വികാരം എന്താണ്? ലോകത്തെ ക്രൈസ്തവനെ കാണുമ്പോ, ഹിന്ദുയിസനെ കാണുമ്പോ, ജൈനമതക്കാരനെ കാണുമ്പോ, ബുദ്ധമതക്കാരനെ കാണുമ്പോ, ഒരു മതവുമില്ലാത്തവനെ കാണുമ്പോ അവരൊക്കെ ആരാണ്? കാർൽ മാർക്സ്, എംഗൽസ്, ലെനിൻ, ഇവരൊക്കെ ആരാണ്? ബർണാഡ് ഷാ, ലോകത്തിന്റെ ഏതും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, നെതന്യാഹു, ഏരിയൽ ഷാരോൺ, ഫിറഔൻ, ഹാമാൻ, കാറൂൻ എന്ന് വേണ്ട ലോകത്ത് മനുഷ്യരായി ജനിച്ച എല്ലാ ആളുകളും ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണെന്ന ഖുർആനിന്റെ ഉന്നതമായ കാഴ്ചപ്പാട്. എന്നിട്ട് ആ നേർരേഖയിൽ നിന്ന് മനുഷ്യ സമൂഹം തെറ്റിപ്പോയതിന്റെ കഥ പറയാണ് ഖുർആൻ. എന്നിട്ട് അവരെ തിരിച്ചു വിളിക്കുന്നു ഖുർആൻ ആ ബിന്ദുവിലേക്ക്. നിങ്ങൾ കണ്ടില്ലേ, വളരെയേറെ പഴക്കമുള്ള ആദമിന്റെ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും താമസിച്ച പഴയ തറവാട് ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കുത്തിയിരിക്കുന്നു. അതിൽ 8 കാലി വല കെട്ടിയിരിക്കുന്നു. ഏഴജന്തുക്കൾ അവിടെ കൂടുകൂട്ടിയിരിക്കുന്നു. അനാശാസ്യ പ്രവണതകൾ അവിടെ നടക്കുന്നു. ആ തറവാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ആർക്ക് മടങ്ങിപ്പോകണം? മാധവനും സുരേന്ദ്രനും സുരേഷനും ദേവകിക്കും ദമയന്തിക്കും എല്ലാം ഒന്നിച്ച് കടന്നു പോകണം. അതെ, ജോർജനും ബർണാഡ് ഷാക്കും എല്ലാം ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം. വരീൻ, നമ്മൾ ഒന്നായിരുന്നു, ഒരു തറവാട്ടുകാരായിരുന്നു. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. അത്ര ഉജ്ജ്വലമാണ്, അത്ര ശ്രേയസ്കരമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ഇസ്ലാം മനുഷ്യരെ, ആദർശപരമായാണ് ഇസ്ലാമിന് വിയോജിപ്പ്. വ്യക്തിപരമായി ഇസ്ലാമിന് ഒരാളോട് വിയോജിപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുമ്പോ, അതാണ് വളരെ ചരിത്രത്തിൽ വല്ലാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിനിടയിൽ ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കും. എന്നിട്ട് നബി പറയും, ഇന്നമാന ഷഹീദുൻ, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിന്? ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വല്ലാത്തൊരു വാക്യമല്ലേ? ഒരു പ്രവാചകൻ, ലോകത്തിന്റെ അന്തിമനായ ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ലോകത്ത് വന്നിട്ട് ആ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുക, രാത്രി ഉറങ്ങുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ആ പ്രവാചകൻ പറയുന്നു, ഇന്നമാന ഷഹീദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു? ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ് എന്ന ഉന്നതമായ